റേഡിയോ ലോകത്തെ ഏറ്റവും അധികം ആളുകളിൽ എത്തിച്ചേരുന്ന ബഹുജന മാധ്യമം. ലോക ജനസംഖ്യയുടെ 95% പേരും ഏതെങ്കിലും പ്രക്ഷേപണ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ആശയവിനിമയം എന്ന രീതിയിലും ചിലവ് കുറഞ്ഞ മാധ്യമം എന്ന നിലയിലും ഇതിൻ്റെ ജീവൻ ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഉൾപ്രദേശങ്ങളിലുള്ളവർക്കും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഏറ്റവും എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന മാധ്യമമാണ് റേഡിയോ. ഇതുതന്നെയാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ മാധ്യമമായി റേഡിയോയെ നിലനിർത്തുന്നതും. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് ആ ദിവസം റേഡിയോ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ 1923 റേഡിയോ ആദ്യമായി ശബ്ദിച്ചു തുടങ്ങിയത്. റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന ഒരു കൂട്ടായ്മയാണ് അന്നുവരെ അപരിചിതമായിരുന്ന ആ മാധ്യമത്തെ ജനങ്ങളിൽ എത്തിച്ചത്. 1927 ആയപ്പോഴേക്കും ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1957 ഇതിൻ്റെ ഔദ്യോഗിക നാമം ആകാശവാണി എന്നാക്കി. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ കടന്ന് മാർക്കോണി എന്ന ശാസ്ത്രജ്ഞൻ 1899 ഇംഗ്ലീഷ് ചാനലിന് കുറുകയും 1921 അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ 3000-ലധികം ദൂരത്തേക്ക് സന്ദേശങ്ങൾ അയച്ചും ചരിത്രം കുറിച്ചു. മാർക്കോണി ഉൾപ്പെടെ ഒട്ടനവധി ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ഭാഗമായി വിലപ്പെട്ട സംഭാവനകൾ നൽകി. നമ്മുടെ മുത്തച്ഛന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും ഇന്ത്യ വിഭജനവുമൊക്കെ ഈ റേഡിയോ വഴി കേട്ടവരാണ്. ഇന്നും ഗ്രാമീണ ജനതയുടെ ജീവശ്വാസമാണ് റേഡിയോ. ലോക ചാനലുകൾ വാർത്താപ്രളയത്തിൽ മുങ്ങുമ്പോഴും റേഡിയോ ഇന്നും നമുക്ക് നൊസ്റ്റാൾജിയ തന്നെ. പ്രഭാതഭേരിയും സംസ്കൃത വാർത്തയും പിന്നെ വയലും വീടും രഞ്ജിനിയുമൊക്കെ മലയാളികൾ ഇന്നും മനസ്സിൽ പേറുന്ന മധുരിക്കുന്ന ഓർമ്മകളാണ്. റേഡിയോ ഗാനങ്ങളിലൂടെയാണ് റാഫി സാബിനെയും ലതാജിയെയും ഒക്കെ നമ്മൾ ആസ്വദിച്ചത്. യേശുദാസിനും പി ഭാസ്കരനും വയലാറിനുമൊക്കെ പകരക്കാരില്ല എന്ന് നാം അറിഞ്ഞതും അതേ റേഡിയോ വഴി തന്നെയാണ്. ശ്രീലങ്ക കേൾക്കാനായി ബാൻഡ് മാറ്റി തളർന്നവരുടെ തലമുറ ഇന്നും ഭൂതലം വിട്ടുതീർന്നിട്ടില്ല. ഇന്നും റേഡിയോ ശീലമാക്കിയവരുടെ ഒരു വലിയ തലമുറ ഈ നൊസ്റ്റാൾജിയയുടെ പിന്മുറക്കാരായി ഉണ്ടെന്നുള്ളത് ഒരു റേഡിയോ ദിനം കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നു. എല്ലാ പ്രേക്ഷകർക്കും കരുതൽ ന്യൂസിൻ്റെ റേഡിയോ ദിന ആശംസകൾ.